ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിന്റെ എപ്പിസോഡ് 12 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഹൈപ്പും ലൈക്കും ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 12. യൂയ, ലെക്സിയനെ സംരക്ഷിക്കാനും ഈ രാജ്യത്തെ രക്ഷിക്കാനും ഞങ്ങൾക്ക് നിന്റെ സഹായം വേണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇനി ഞാൻ ലെക്സിയനെ എങ്ങനെ സമാധാനപ്പെടുത്തും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ യൂയ, നമുക്ക് ക്യാപിറ്റൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ലൂണ അത് കേട്ടിട്ട് ലെക്സിയ, സാഹചര്യം മനസ്സിലാക്കി പെരുമാറ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് നിനക്ക് പകരം ഞാൻ യുഎനെ ചുറ്റി കാണിക്കാം. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നീ യുഎയുമായി ടൈം സ്പെൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓവനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കി, ഞാൻ യുഎനെ പുറത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ അവര് രണ്ടുപേരും ഹീറോന്റെ കൂടെ പോകാൻ തീരുമാനിക്കും. ഓവൻ കുറച്ച് ദൂരെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെക്സിയ, യുയ, നമുക്ക് ഈ ജ്വല്ലറിയിലേക്ക് പോകാം. വേണ്ട, നമുക്ക് സ്മിത്തിന്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഹീറോനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അത് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇവനൊരു നോബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അസൂയയോടെ നോക്കും. അവര് മുന്നോട്ട് പോകുന്ന സമയത്ത് ഹീറോ ഒരു അഡ്വഞ്ചർ ഗിൽഡ് കാണുമ്പോൾ, എന്താ യുയ, നിനക്ക് അഡ്വഞ്ചർ ആവാൻ ആഗ്രഹമുണ്ടോ? ചെറുതായിട്ട്. ഞാൻ ഈ ക്യാപിറ്റലിലേക്ക് വന്ന സമയത്ത് മെർച്ചന്റ് ഗിൽഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ സമയം ഞാൻ മോൺസ്റ്റേഴ്സുമായിട്ടാണ് ഫൈറ്റ് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിനക്കൊരു അഡ്വഞ്ചർ ആയിക്കൂടാ? മെർച്ചന്റ് ഗിൽഡ് കാർഡ് ഒരു ഐഡന്റിറ്റി കാർഡ് പോലെയാണ്. എന്നാൽ അഡ്വഞ്ചർ ഗിൽഡിൽ നീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മോൺസ്റ്റർ മെറ്റീരിയൽസ് ഒക്കെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. കൂടാതെ കൂടുതൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്വിസ്റ്റുകൾ എടുക്കാനും സാധിക്കും. അതുകൊണ്ട് വാ യൂയ, നമുക്ക് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുമ്പോൾ ലെക്സിയ, അത് വേണ്ട ലൂണ, നീ എൻ്റെ പേഴ്സണൽ കാർഡല്ലേ. എന്താ ലെക്സിയ, ഞാൻ എപ്പോഴും നിന്റെ കൂടെയല്ലേ ഉണ്ടാവാറ്. എനിക്കും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മറ്റൊരു മാർഗം കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഹീറോയുമായി ഉള്ളിലേക്ക് പോകുമ്പോൾ, എന്തായാലും ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ലെക്സിയയും അവരുടെ കൂടെ പോവും. അവിടെയുള്ള ലേഡി 2 അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അക്കാറ്റ്സ്കീനെയും നൈറ്റിനെയും കാണിച്ചിട്ട് ഇവരും രജിസ്റ്റർ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയും. ഹീറോ അതിൽ മാജിക് ടൈപ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എല്ലാ തരം മാജിക്സും യൂസ് ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ ഇതിലങ്ങനെ എഴുതി കഴിഞ്ഞാൽ സേജ് പറഞ്ഞ പോലെ അത് വലിയൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മാജിക്, വിൻഡ്, വാട്ടർ തുടങ്ങിയവ മാത്രം എഴുതാം. അല്ല, ഇതിലെന്താ മാജിക് കപ്പാസിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്? അതോ, അവിടെ നിങ്ങളുടെ മാജിക്കൽ എനർജിനെ കുറിച്ചാണ് എഴുതേണ്ടത്. സാധാരണ അഡ്വഞ്ചേഴ്സ് അവരുടെ റാങ്ക് മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മാജിക്കൽ എനർജി മെഷർ ചെയ്യാൻ ഞങ്ങളുടെ ഒരു ക്രിസ്റ്റൽ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ലൂണയും അതിൽ കൈവെക്കുമ്പോൾ ആ ക്രിസ്റ്റൽ മഞ്ഞ നിറത്തിൽ പ്രകാശിക്കും. കാരണം അവളുടെ മാജിക്കൽ എനർജി വളരെ കുറവായിരിക്കും. ഹീറോ കൈവെക്കുന്ന സമയത്ത് ആ ക്രിസ്റ്റൽ തന്നെ പൊട്ടിപ്പോകും. അത് കണ്ട് എല്ലാവരും ഷോക്കാവുമ്പോൾ ആ ലേഡി ആണെങ്കിൽ, എന്ത്, ഈ ക്രിസ്റ്റൽ പൊട്ടിക്കാൻ മാത്രം മാജിക്കൽ എനർജി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പറയുമ്പോൾ ഹീറോ, ഞാനിതിന് നഷ്ടപരിഹാരം തരണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. ലൂണ വെപ്പണായിട്ട് ചൂസ് ചെയ്തത് അവളുടെ ത്രെഡ് മാത്രമായിരിക്കും. ഹീറോ ആ ആപ്ലിക്കേഷനിൽ 3 ടൈപ്പ് മാജിക് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള 3 ടൈപ്പ് മാജിക് യൂസ് ചെയ്യാൻ കഴിയുമോ? ഫാരി ടെയിൽ കഥകളിൽ മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ അവൻ്റെ മനസ്സിൽ, ഞാൻ എല്ലാ തരം മാജിക്കും യൂസ് ചെയ്യാൻ കഴിയുമെന്ന് എഴുതാഞ്ഞത് നന്നായി എന്ന് ചിന്തിക്കും. അങ്ങനെ അവർ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് ആ ലേഡി അവർക്ക് രണ്ടുപേർക്കും പുതിയ ഗിൽഡ് കാർഡ് കൊടുക്കും. നിങ്ങൾ ആദ്യമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ലോവർ ആയിട്ടുള്ള എഫ് റാങ്കിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ക്വിസ്റ്റുകൾ എടുക്കാൻ എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അഡ്വഞ്ചേഴ്സിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ എത്ര ക്വിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. പിന്നെ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന ക്വിസ്റ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ പ്ലാന്റും കളക്ട് ചെയ്യരുത്. കാരണം പിന്നീട് അവിടെ ചെടി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അതേപോലെ ഹണ്ടിങ് ക്വിസ്റ്റ് എടുക്കുന്ന സമയത്ത് പ്രൂഫിന് വേണ്ടി മോൺസ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ
എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനതിൽ ക്ഷമിക്കണം. എൻ്റെ പേര് എമിലിയ എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവന് പറ്റിയ ക്വിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്ന് കെട്ടിപ്പിടിക്കും. ഏയ്, എൻ്റെ പേര് ക്ലെന്ന. നീ നേരത്തെ ആ ക്രിസ്റ്റൽ പൊട്ടിച്ചത് വളരെ അമേസിംഗ് ആയിരുന്നു. നിന്നെപ്പോലത്തെ പവർഫുൾ ആയിട്ടുള്ള ആളുകളുമായി എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ലെക്സിയെയും ലൂണയും അവളെ ഹീറോൻ്റെ അടുത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കും. ആ ലേഡി ആണെങ്കിൽ ചാൻസ് കിട്ടിയാൽ നമുക്ക് ഒരുമിച്ചൊരു കിസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന സമയത്ത് ലെക്സിയ ഇതേപോലത്തെ ഗേൾസിൻ്റെ അടുത്തുനിന്ന് യുഎനെ രക്ഷിക്കാൻ വേണ്ടി ഞാനും ഒരു അഡ്വഞ്ചറായി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതിന് ഓവൻ സമ്മതിച്ചാലല്ലേ? ഓ, അതൊരു പ്രശ്നമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടി നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വിസ്റ്റ് നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന ക്വിസ്റ്റ് എടുക്കും. ഹീറോ അവൻ്റെ ഡിസമെന്റ് സ്കില്ല് യൂസ് ചെയ്ത് വേരുകൾ നഷ്ടപ്പെടാതെ ഹെർബൽ പ്ലാന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെക്സിയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഈ ശുദ്ധമായ വായു ശ്വസിക്കുമ്പോൾ എന്തൊരു സമാധാന എന്ന് പറയുമ്പോൾ ഓവൻ എപ്പോഴത്തെയും പോലെ നീ സേഫായിട്ടിരിക്കണം എന്ന് അഡ്വൈസ് ചെയ്യും. ലൂണയും ഹീറോനെ പോലെ പ്ലാന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെക്സിയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആണല്ലോ ലൂണ, നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചാലോ? ആരാണ് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നത് അവർക്ക് ഇന്ന് മുഴുവൻ യുഎയുമായി ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ലെക്സിയെ പോകുന്ന സമയത്ത് ലൂണയും അവളുടെ കൂടെ പോവും. നൈറ്റ് ഹീറോയ്ക്ക് ഒരു മാജിക്കൽ ഹെർബൽ പ്ലാന്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അക്കാറ്റ്സ്കി ആണെങ്കിൽ ഒരു പോയിസണുള്ള ചെടി കാണിച്ചു കൊടുത്ത് ആകെ ചമ്മിപ്പോവും. ഓവനും ടീമും അങ്ങോട്ട് വന്നിട്ട് ലെക്സിയന്റെ ബ്രദറിനെ ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഹീറോയും എന്നാ നിങ്ങൾ രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് പോയിക്കോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോവും. ഒരു മാൻഷൻ എത്തുന്ന സമയത്ത് ഇതാണോ ആ സ്ഥലം? ഇവിടെ വളരെ നിശബ്ദതയാണല്ലോ. ചിലപ്പോൾ നമ്മളെക്കാൾ മുമ്പ് വന്ന സോൾജേഴ്സ് അവനെ പിടികൂടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു കത്തി വന്ന ഒരു സോൾജറിന്റെ കാലിലേക്ക് കയറും. അവർ ഉള്ളിലോട്ട് പോയി നോക്കുമ്പോൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനെ കൊല്ലും എന്ന് പറയുന്ന സമയത്ത് ഹീറോയും നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കും. അങ്ങനെ ആ സോൾജേഴ്സ് മൊത്തം അവനെ വളയുന്ന സമയത്ത് അയാളും വേറെ വഴിയില്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കത്തി കഴുത്തിലേക്ക് വെക്കുമ്പോൾ ഹീറോ അയാളുടെ അടുത്തേക്ക് പോയി ഫൈറ്റ് ചെയ്യും. അങ്ങനെ നൈറ്റിൻ്റെ സഹായത്തോടെ അവനെ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഓവനും താങ്ക്സ് യുയ, നീ കാരണമാണ് പ്രിൻസിനെ പിടികൂടാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് റാബിറ്റിനെ അറ്റാക്ക് ചെയ്ത വൈൽസിൻ്റെ ഗ്രൂപ്പിലുള്ള ആ പെണ്ണങ്ങോട്ട് വന്നിട്ട് ഞാൻ തന്ന മിഷനിൽ നീ പരാജയപ്പെട്ടു. നിന്നെ ഞാൻ രാജാവാക്കാൻ ആഗ്രഹിച്ചത് അതിലൂടെ ഒരുപാട് യുദ്ധം ചെയ്ത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓവനും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പുറത്തു നിന്നൊരു അമ്പ് വന്ന് അത് തടയും. ആ പെണ്ണും ടെൻഷനായിട്ട് അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്യുമ്പോൾ ഓവനാണെങ്കിൽ നിങ്ങൾ എത്ര പേരുണ്ട്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തനിച്ചാണ്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല, കാരണം എനിക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ഫൈനൽ മൂവ് യൂസ് ചെയ്യാൻ പോകുമ്പോൾ ഹീറോയും അവൻ്റെ വിൻഡ് ഷീൽഡ് യൂസ് ചെയ്ത് അവരെല്ലാവരെയും രക്ഷിക്കും. താങ്ക്സ് യുയ എന്ന് ഓവൻ പറയുന്ന സമയത്ത് അപ്പം നീയാണോ ആ റാബിറ്റ് പറഞ്ഞ യുയ? നിന്നെപ്പോലത്തെ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ കൊല്ലണമെങ്കിൽ എനിക്ക് വൈൽസിൻ്റെ പവർ യൂസ് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ ഫൈറ്റിൽ എൻ്റെ സ്റ്റാമിന വളരെ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു അമ്പ് യൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്തിട്ട് അവൾ വാനിഷായി പോവും. ഹീറോ ആണെങ്കിൽ ആരായിരിക്കും ആ പെണ്ണ് എന്ന് ചിന്തിക്കും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.